ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സൺഡേ വ്ളോഗാണ്. സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട്. കാക്കവും മക്കളും ഞാനും എല്ലാം കൂടെ എന്നുള്ളൊരു ദിവസത്തെ തിരക്കാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുന്നത് അതാത് ദിവസത്തെ വീഡിയോ അല്ല. ഒരു ദിവസം മുന്നേ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരാൻ താമസം എടുക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിൽ നെറ്റ് കണക്ഷൻ ഇല്ല. കുടുംബ വീട്ടിൽ പോയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല കുടുംബ വീട്, കുറച്ച് ദൂരമുണ്ട്. അങ്ങോട്ട് പോയി വീഡിയോ അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോൾ താമസം വരും. അതുകൊണ്ടാണ് തലേ ദിവസത്തെ വീഡിയോകൾ കാണിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഏലത്തിൽ ഒന്നിറങ്ങി റൗണ്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ആർക്കും എങ്ങും പോകണ്ടല്ലോ, മോന് മാത്രം പള്ളിയിൽ പോയാൽ മതി. അതുകൊണ്ട് തന്നെ കാപ്പിക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അങ്ങ് വിടാമെന്ന് വിചാരിച്ചു. രാത്രിയിൽ മുഴുവനും ചെറുചെനാന്നുള്ള മഴയായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ നല്ല തെളിച്ചത്തിലാണ്, വലിയ മഴയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം കലക്കി ഒഴിച്ചു കൊടുത്തതിൻ്റെ ഒരു ചെറിയ മാറ്റം ഏലത്തിൽ കാണുന്നു. അതാണ് നല്ലതായിട്ടൊന്ന് നിരീക്ഷിച്ച് കയറിപ്പോയത്. നല്ലതുപോലെ പൂവൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാവുന്നതുള്ളല്ലോ എന്നൊക്കെ ഓർത്തങ്ങ് കയറി വന്നു. എന്താണെന്നറിയില്ല കേട്ടോ, സമയമൊക്കെ തെറ്റിയാന്ന് തോന്നി. ഇപ്പോൾ കുരുമുളക് കായ്ച്ച് പഴുക്കുന്നത് കണ്ട് ഇത് കണ്ടോ, അടുത്തൊരു കൊടിയിലും കുരുമുളക് കണ്ട് വിളഞ്ഞ് പഴുക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം പറിച്ചപ്പോൾ ഞാനിത് കണ്ടില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് ഉണങ്ങി കിട്ടിയേനെ. ഏകദേശം ആ കുരുമുളക് ഉണങ്ങി. ഇത് 3-4 എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് എളുപ്പമുണ്ട്. പച്ചക്കുരുമുളകായിട്ട് ഉപയോഗിക്കാനായിട്ട് വയ്ക്കാം. രാവിലെ ഞാൻ ഒരുപാട് പാടുപെട്ടാണ് കേട്ടോ അടുപ്പൊന്ന് കത്തിച്ചെടുത്തത്. ഭയങ്കര പാടായിരുന്നു. മഴ നനഞ്ഞതിൻ്റെ ആവാം. ഞാൻ പറഞ്ഞില്ല, രാത്രി മുഴുവൻ ചെനുത്ത മഴയായിരുന്നു. അതിൻ്റെ തണുപ്പിൻ്റെയൊക്കെ ആവാം. എന്താണെങ്കിലും അടുപ്പ് കത്താൻ ഭയങ്കര പാടായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരുവിധം ഞാൻ കത്തിച്ചെടുത്തു. അടുപ്പൊക്കെ കത്തിച്ച് കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറമ്പിലേക്ക് പോയത്. തിരിച്ച് വന്നപ്പം അത്യാവശ്യം ചൂടായതേ ഉള്ളൂ, തിളയ്ക്കാറൊന്നും ആയില്ല വെള്ളം. അപ്പോഴത്തേനും ഞാൻ അരിയൊന്ന് കഴുകിയിട്ട് കൊടുത്തതാണ്. രാവിലെ തന്നെ കഞ്ഞിയൊക്കെ ആവുകയാണെങ്കിൽ പിന്നെ കറിയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അടുപ്പിൽ തീ പിടിച്ചതേ ഉള്ളൂ. എന്നാലും തീയൊക്കെ ഒന്ന് കത്താൻ നല്ല ഒരു ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയോ ഊതിപ്പെറുക്കി ഞാൻ കത്തിച്ചെടുക്കുവാണ്. അടുപ്പിൽ ചോറ് വെച്ചാലേ ഒരു തൃപ്തിയാവുള്ളൂ, അല്ലെങ്കിൽ എന്തോ ഒരു സ്മെല്ലോ അറിയില്ല എന്താ പറയുന്നത്. നമ്മളിങ്ങനെ അടുപ്പിൽ വെച്ച് കഴിച്ച് പഠിച്ചിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് തിളപ്പിച്ച് അകത്തെടുത്ത് വെച്ചൊക്കെ കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മഴയൊക്കെ ഇല്ലെങ്കിൽ കഴിവതും എങ്ങനെയും ഈ അടുപ്പൊന്ന് കത്തിച്ചെടുക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് കാപ്പി ഉണ്ടാക്കണ്ട, ഒരു മന്തി റൈസ് ബാക്കിയിരിക്കുന്നു, അത് രാവിലെ കാപ്പിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കറിയില്ല, ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഇല്ലാതെ ആ റൈസ് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ അവലൊന്ന് കുറച്ചിരിപ്പുണ്ട്, അത് നനച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞൊന്ന് വിശക്കുമ്പോൾ മന്തി റൈസ് ചൂടാക്കി കൊടുക്കാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മീനോ ഇറച്ചിയോ എന്തെങ്കിലും മേടിക്കും. അപ്പോൾ ആ റൈസിൻ്റെ കൂടെ കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അവലൊന്ന് ഞാൻ ചൂടാക്കി എടുക്കുവാണ്. അവലൊന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ പറയണം, ഇങ്ങനെ അവൽ വറുത്തെടുത്തിട്ട് നനച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലാതെ പച്ചയ്ക്ക് അവൽ നനയ്ക്കുന്നത് വേറൊരു ടേസ്റ്റ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഇവിടെ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്തത്. അവലിലേക്ക് ആവശ്യത്തിന് വേണ്ടി ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ രുചിക്കും മണത്തിനും വേണ്ടിയിട്ട് കുറച്ച് ജീരകമോ ഏലക്കായൊക്കെ പൊടിച്ച് വെച്ചേക്കാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്ത ശേഷം കുറച്ച് തേങ്ങാവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അവൽ നനയ്ക്കാൻ വേണ്ടി പൊട്ടിച്ച തേങ്ങയുടെ വെള്ളമാണ്. കഴിവതും ഞാൻ അവൽ നനയ്ക്കുമ്പോൾ പച്ചവെള്ളം കുടഞ്ഞെടുക്കാതെ തേങ്ങാവെള്ളം കൊണ്ട് നനയ്ക്കാനാണ് നോക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാട്ടോ. ഒരു ചെറിയ തേങ്ങ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അല്പം വെള്ളമേ ഉള്ളൂ. അത് മതി, ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒന്നും ആവശ്യമില്ല. ആ തേങ്ങാവെള്ളം കൊണ്ട്, കൂടുതൽ തേങ്ങാവെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കുടഞ്ഞു കൊടുത്തേനെ കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല, ഇത് മതി, ധാരാളം തന്നെയാണ്. ഒരു 10-15 മിനിറ്റ് വെക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കുതിർന്ന് കിട്ടും. കണ്ടോ, ഇത്രയും മതി. നമുക്ക് കഴിക്കാൻ പാകത്തിന് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഫത്താഹിന് പള്ളിയിൽ പോകണം. അവന് വേണ്ടിയിട്ടാണ് ആദ്യം കാപ്പി റെഡിയാക്കി എടുത്തത്. ഇന്ന് നല്ലപോലെ താമസിച്ചാട്ടോ ഫത്താഹ് എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് അവൽ തിന്നാനായിട്ടിരിക്കുന്നതാണ്. എന്നോട് ചോദിച്ചു എന്നതാ കാപ്പിക്കുന്നത്. അപ്പോൾ അവലാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിൽ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നിരിക്കുന്നതാണ്. ഇനി അവന് പോകാനുള്ള വെള്ള ഷർട്ടാണ് തേച്ച് വെക്കുന്നത്. ഇന്നലെ വൈകിട്ട് തേച്ച് വെക്കേണ്ടതാണ്. നല്ലതുപോലെ കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വന്നും പോയി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമയത്തിന് തൊട്ട് മുന്നേ അങ്ങ് തേച്ച് കൊടുക്കുവാണ്. പള്ളിയിലും സ്കൂളിലും ഒക്കെ പോകുന്നത് മഴയ്ക്ക് അറിയാവുന്ന തോന്നുന്നു. കറക്റ്റ് ആ സമയം തന്നെ മഴ പെയ്യും. അത് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് പിള്ളേർ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് നന്നായിട്ട് മഴയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ചാറ്റ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മഴയേ ഉള്ളൂ ചാറ്റലായിട്ട്. എന്നാലും ഈ സമയം നനഞ്ഞ് വേണ്ട ഇറങ്ങിപ്പോവാൻ. ഫത്താഹ് ഇറങ്ങുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും അതൊന്നും കാര്യമാക്കാതെ ഫത്താഹിനെ കൊണ്ട് കാക്കു വിടാനായിട്ട് പോയി. ആ സമയം കൊണ്ട് വീട് വൃത്തിയാക്കലും തൂത്തുവാരലും ഒക്കെ കുക്കുമായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് കുക്കുമോളുടെ ഡ്യൂട്ടിയാണ് വൃത്തിയാക്കലൊക്കെ. ഫത്താഹിനെയും പള്ളിയും കൊണ്ടുപോയിട്ട് ചിക്കനാണ് കിട്ടിയതെന്ന് പറഞ്ഞ് ചിക്കനൊക്കെ വാങ്ങിച്ച് കാക്കു വന്നിട്ടുണ്ട്.
ഞാൻ ആദ്യം വിചാരിച്ചു മിക്സറായിരിക്കും കേട്ടോ. പിന്നെ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഈ മുളകില്ലേ, ഉപ്പ് മുളക്. എന്നാ ഉപ്പായിരിക്കുമോയെന്നറിയാമോ, നല്ല എരിവായിരിക്കും. എനിക്ക് പേടിയത് കാണുന്നത് ആ ഉപ്പും. എന്തായാലും കാക്കുവിനത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം, എവിടെ കണ്ടാലും മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ വേണ്ട, ഇന്ന് ഞായറാഴ്ചയുടെ സ്പെഷ്യലായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് ചിക്കനാണ് കേട്ടോ. ഞായറാഴ്ചയ്ക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. നമുക്കിവിടെ മാർക്കറ്റുണ്ട്, വലിയൊരു മാർക്കറ്റാണ്. പച്ചക്കറികളും പഴങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടും. ഈ മാർക്കറ്റ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ബീഫും നല്ല ചിക്കനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഞായറാഴ്ച ദിവസം കിട്ടും. പിന്നെ ശനിയാഴ്ച വരെ പണിതിട്ട് ഞായറാഴ്ച ഒരു ദിവസമല്ലേ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിരിക്കും. അതുകൊണ്ടാണ് ഈ ഞായറാഴ്ച സ്പെഷ്യലുള്ളത്. ചിക്കൻ വാങ്ങിക്കുമ്പോൾ 2 കാല് സെപ്പറേറ്റ് ചെയ്ത് വാങ്ങിക്കും കേട്ടെങ്കിൽ ഫത്തഹ് സമ്മതിക്കത്തില്ല. എന്നിട്ടും അവൻ ചോദിക്കുന്നത് ഈ ചിക്കന് 2 കാലേ ഉള്ളോ വാപ്പി എന്നാണ്. എൻ്റെ ചിക്കനൊക്കെ ഇവിടെ കഴുകിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നും ചിക്കൻ കഴുകുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഒരേപോലത്തെ വീഡിയോ കാണിച്ച് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഇനി ഇതിൽ നിന്നൊരു കുറച്ച് എടുത്ത് വറക്കണം. ഒരുപാട് വേണ്ട, കുറച്ചെടുത്ത് വറുത്താൽ മതി. എന്താണെങ്കിലും ലെഗ് പീസ് മക്കൾക്ക് വറുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് പീസ് എടുക്കുന്നതാണ്. ലെഗ് പീസ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കും കേട്ടോ, നല്ലതുപോലെ എരിവും ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. മോന് മാത്രം വറക്കുമ്പോഴത്തേന് അതിൽ ഒരുപാട് എരിവൊന്നും കയറ്റിയാൽ അവൻ പാവം കിട്ടും, ഒരുപാട് എരിവാണ് ഇട്ടിട്ട് പോവും. അതുകൊണ്ട് തന്നെ ബാക്കി ഒരു ലെഗ് പീസ് ഒഴികെ ബാക്കിയെല്ലാം നല്ലപോലെ മസാല പുരട്ടി കൊടുക്കും. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് വരും. ഇതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ടിരുന്നു. വീഡിയോ സ്റ്റോപ്പായിരുന്നു, കണ്ടില്ല കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ചിക്കൻ പീസും എടുത്ത് നല്ലതുപോലെ മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത്ര സമയമൊന്നും ഞാൻ മാറ്റി വെക്കുന്നില്ല. ഞാൻ ചിക്കൻ കറി വെക്കുന്ന താമസത്തിൽ ഇത് വറക്കും കേട്ടോ. വേണമെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ച് നല്ലതുപോലെ റെസ്റ്റ് ചെയ്തെടുക്കാം. അതിനൊന്നും ഞാൻ നിന്നില്ല, മാറ്റി വെച്ചതേ ഉള്ളൂ. മസാലയൊന്ന് പിടിച്ചെല്ലാം സെറ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടി മാത്രം സമയം എടുത്തുള്ളൂ. അപ്പോഴത്തേക്കും താണ്ട് ഇവിടെ ചോറൊക്കെ വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇട്ട അരിയാണ്. കുറച്ച് താമസിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് കത്താനുള്ള ബുദ്ധിമുട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് മാത്രം താമസിച്ചാണ്. താണ്ട് ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാർത്തിടണം. ഇവിടെ ഇങ്ങനെ കേട്ടോ കഞ്ഞി വാർത്തിടുന്നത്. എണ്ണാപ്പ മുകളിൽ വെച്ച് താഴത്തെ പാത്രത്തിലേക്ക് അമഴ്ത്തി കഞ്ഞി വാർത്തിടും. അത് അവിടെ കിടന്ന് തന്നെ മുഴുവൻ വെള്ളവും പൊയ്ക്കോളും. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ വാർക്കാമെന്നുള്ളതേ ഉള്ളൂ. തീയും ചൂടും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇനി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് വന്ന് വേണമെങ്കിൽ ഒന്ന് അടുപ്പിലേക്ക് തിരിച്ച് വെച്ചൊന്ന് ബിരിയാണിയായിട്ട് വെച്ച് കൊടുക്കുക. വെള്ളം ഒട്ടും തന്നെ കാണുകയല്ല, എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും നമുക്ക് കമത്തി ഇടുന്നതിൽ കൂടെ തന്നെ. ചിക്കൻ കറി വെച്ചെടുക്കാനായിട്ട് സവോളയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചെടുത്തപ്പോഴാണ് കരിയാപ്പലയും രമ്പയില കൂടി എടുക്കണം. അതിന് വേണ്ടി വന്നാണ്. എൻ്റെ അടുക്കള മുറ്റത്ത് തന്നെ കരിയാപ്പല നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ഇവിടെ നിന്നാണ് ഒടിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് മാത്രമേ ഒടിച്ചെടുക്കാറുള്ളൂ. ഇനി രമ്പയില അല്ലെങ്കിൽ ബിരിയാണി കൈത എന്ന് പറയുന്ന ഇതാണ്. ഇതിൽ നിന്ന് ദണ്ട ഒരു ഇലയുടെ കുറച്ച് ഭാഗമേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. ഇനി ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഈ മൂടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നാണ്. ഇതാണ് രമ്പയില അല്ലെങ്കിൽ ബിരിയാണി കൈത എന്ന് പറയുന്ന ഒരു ചെടി. വെള്ളങ്ങളിലൊക്കെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ ഇത് തിരുവനന്തപുരത്ത് നിന്ന് കുട്ടിമാരുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ്. കുട്ടിമാരുടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു മൂട് വെച്ച് തന്നതാണ്. ദാണ്ട് ഇവിടെ ഒരു കറിവേപ്പുണ്ട് കേട്ടോ. ഞാൻ കറിവേപ്പില എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വെച്ച് തന്നെ പിടിപ്പിക്കും. അങ്ങനെ ദാണ്ട് ചിക്കൻ കറിക്കുള്ള എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി വെക്കുന്ന പോലെ അല്ല കേട്ടോ വെക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി മിക്സിയിൽ അരച്ചാണ് വെക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. മസാലയുടെയൊക്കെ പച്ചമണം മാറുവോളം ഒന്ന് ചൂടാക്കി എടുക്കും. നല്ല നിറവും കൊഴുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കി അരച്ചെടുക്കുന്നത്. കാരണം ചിക്കൻ കറി വെക്കുന്നതിൽ നിന്ന് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ. ഞാനിവിടെ ചിക്കൻ കറിയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാണ്ടെ കാക്കു ഫത്താഹിനെ വിളിക്കാനായിട്ട് പള്ളിയിലേക്ക് പോകുന്ന വഴി സൈറാമോളുടെയൊക്കെ കേക്ക് കൊടുക്കാൻ പറഞ്ഞു. മക്കൾക്കുള്ള കേക്കാണ് ഇവിടെ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത്. കാക്കു കൊണ്ട് കൊടുത്തോളും. വലിയ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം തെളിച്ചമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിറകടുപ്പിൽ ഉരുളിയിലാണ് ചിക്കൻ കറി വെച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അതിലേക്ക് 2 ഉലുവ ഇട്ട് കൊടുത്തിരുന്നു. പക്ഷേ എണ്ണ ചൂടാകത്തോണ്ട് ഉലുവ പൊട്ടാൻ ഇച്ചിരി താമസിച്ചു. എങ്കിലും വളരെ പാടുപെട്ട് തീയൊക്കെ ഊതിപ്പെറുക്കി എടുത്ത് തന്നെ ഉലുവയൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്ന ശേഷമാണ് പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് കുറച്ചൊന്ന് വാടി വന്ന ശേഷമാണ് ഞാൻ ഇതിലേക്ക് സവോള കൂടി ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് അതായത് ഗോൾഡൻ കളറിലേക്ക് വരുമ്പോഴേക്കും ആ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും രമ്പയിലയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി ഒഴിച്ചു കൊടുക്കും.
ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. പച്ചമണമൊക്കെ മാറിയത് കൊണ്ട് തന്നെ വലുതായിട്ട് വഴറ്റിക്കൊണ്ടൊന്നും നിൽക്കേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ആകെ ഒരു ജഗപുകയാണ്. എങ്കിലും ഇതൊന്നും കാര്യമാക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി അരപ്പൊന്ന് നല്ലതുപോലെ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേന് ആ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് പറക്കിയിട്ട് കൊടുത്താൽ മതി. വെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ഒഴിക്കണമെന്നില്ല, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അത്യാവശ്യം ആദ്യം തന്നെ ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്ത് അതുപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് കുത്തി പൊട്ടിക്കരുത്, പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ പതിയെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇന്ന് വിറകടുപ്പിൽ ചിക്കൻ കറി വെച്ചെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. പുക വന്ന് കണ്ണിലേക്ക് കയറി കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും വിട്ടുകൊടുക്കാതെ കൈയെടുക്കാതെ ഞാൻ ഇളക്കുവാണ്. എനിക്ക് വിറകടുപ്പിലെ ചിക്കൻ കറി തന്നെ കഴിക്കണമെന്ന് വലിയൊരാഗ്രഹം. അങ്ങനെ താണ്ടെ ചിക്കൻ കറി മുഴുവൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് അന്ന് അടച്ചു വെക്കുന്നുണ്ട്. ചിക്കൻ കറിയൊക്കെ അടച്ച് ഇവിടെ വേവാനായിട്ട് വെച്ച ശേഷം നല്ലൊരു ഊത്തും പരിപാടിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ ഈ അടുപ്പൊന്ന് കത്തിച്ചെടുത്ത പാട്. ഈ മഴ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ടാവാം ഇടയ്ക്ക് വരുന്ന മഴയും പിന്നെ വരുന്ന വെയിലും എല്ലാം കൂടെ തന്നെ അടുപ്പിനെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. ഓപ്പണായിട്ട് അടുപ്പ് കിടക്കുന്നതുകൊണ്ട് എന്താണേലും ഇങ്ങനെ അടുപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ മുറ്റം വിട്ട് അകത്ത് കയറി പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തീ ഊതി കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ അപ്പം അടുക്കളത്തോട്ടത്തിനുള്ള റെഡിയാക്കുവാണ് ഞാൻ. അവിടുത്തെ കാടെല്ലാം പറിച്ചു കൊടുക്കുവാണ്. ഇപ്പോഴേ മത്തയുടെ കാട് പറിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ മത്തയിലേക്കൊക്കെ ആ വള്ളി ചുറ്റി പിടിക്കും. ഞാൻ ഈ കാണിച്ച പൂ കാക്കപ്പൂ എന്ന് പറയും കേട്ടോ. പണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് അരിഞ്ഞ് കളിച്ചിരുന്നു. ഭയങ്കരമായിട്ട് പച്ചക്കറിയായിട്ടും എന്തൊക്കെയോ കളിച്ചിരുന്നൊരു പൂവാണ്. കളിയുടെ പേരെന്താണെന്ന് മറന്നു പോയിട്ടോ, ഇപ്പോൾ ഓർക്കുന്നില്ല. പള്ളി വീട്ടിൽ തൻ്റെ പത്താ എത്തി. അപ്പോൾ വാപ്പീനെ പറ്റിച്ച് അപ്പുറം വഴിയാവാൻ കയറിപ്പോയി കേട്ടോ. ഞാനിവിടെ നിൽക്കുന്നുണ്ട്. കാക്കു നേരെ ഇങ്ങ് വന്നു. ഇന്നലെ അടിമാലിയിൽ നിന്ന് ചിന്നമ്മായും കൊച്ചത്തായും ഒക്കെ വന്നപ്പോഴത്തേന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരുന്നു. കേക്ക് കൊടുക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ ഫസീന അതൊക്കെ കൊടുത്തു വിട്ടതാണ് കേട്ടോ. ചക്കയും മാങ്ങയൊക്കെയാണ്. എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു രാവിലെ വീട്ടിൽ പോയി എടുക്കണമെന്ന്. ഇന്നലെ അവരെ കാണാനായിട്ട് ഇറങ്ങി പോകാൻ പറ്റിയില്ല, രാത്രി ആയായിരുന്നു. ഇതിനിടയ്ക്ക് വന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പത്തി പിന്നെയും അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വേകാനുണ്ട്. ഇതാണ്ട് കാക്ക കൊണ്ടുവന്ന കവറിൽ എന്നാക്കെയാണെന്ന് നോക്കാനായിട്ട് കയറി വന്നതാണ്. നല്ല സൂപ്പർ മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. നല്ല പച്ചയ്ക്ക് തിന്നാൻ. മിക്കവാറും ചെനച്ച് കാണും. നേരത്തെയൊക്കെ കൊണ്ടുവരുമ്പോൾ അച്ചാറിടാൻ പരുവത്തിനായിരുന്നു. ഇപ്പം നോക്കിയില്ല, നോക്കാനുള്ള സമയമില്ല. മുറ്റത്ത് കറി ഇരിക്കുന്നു, കുറച്ച് പരിപാടികളുണ്ട്. ചോറിനാൻ ഏകദേശം സമയമായി വരുന്നു. ഇനിയുള്ളത് ചക്കയാണ് കേട്ടോ. ചക്കയെന്ന് പറഞ്ഞാൽ അടിപൊളി ചക്കയാണ്. കളറ് കണ്ടാൽ തന്നെ തിന്നാൻ തോന്നും. അല്ലെങ്കിലും ചക്ക കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേയേറെ പച്ച തിന്നാതെ ഞാൻ പോകത്തില്ല. ചക്കയൊക്കെ വെട്ടി അടത്തിയാണ് കേട്ടോ കൊടുത്തു വിട്ടിരിക്കുന്നത്. ഈ ചക്കയുടെ കളറ് കണ്ടുകൊണ്ടാണ്. ഒരിക്കലും പച്ചച്ചക്ക ഇല്ലാത്ത ടീമുകളൊക്കെയാണ് ഇവരൊക്കെ. അങ്ങനെ ചക്കയും മാങ്ങയൊക്കെ എടുത്ത് തൽക്കാലം ഫ്രിഡ്ജിലോട്ട് വെച്ചു. കണ്ടതേ മോൻ പറഞ്ഞിട്ടുണ്ട് വറുത്ത് കൊടുക്കണമെന്ന്. വൈകിട്ടെങ്ങാനും സമയം കിട്ടുന്ന പോലെ വറുക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കുവാണ്. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 കരിയാപ്പില കൂടി ഇട്ട് കൊടുത്ത് കറി ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ്ട് കാട് പറിച്ചുകൊണ്ട് നിന്ന ഭാഗമാണ്. ഇനി അവിടുത്തെ കാട് ഇന്ന് പറിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല. എന്നുണ്ട് കണ്ടോ, പാവലിൻ്റെ തൈയൊക്കെ തന്നെ വീണ് കിളത്തേക്കുന്നതാണ് കേട്ടോ ഈ പാവലൊക്കെ. ഈ പാവലിനെ ഒന്ന് സംരക്ഷിച്ചുകൊണ്ട് വേണം കാട് ഫുള്ള് പറിച്ച് മാറ്റാനായിട്ട്. ഒന്ന് ചെത്തണം. അതുകൂടാതെ കൈകൊണ്ട് പറിച്ചെടുക്കണം. അതായിരിക്കും ഇവിടെയൊക്കെ നല്ലത്. ഇനി ഇതേ ചിക്കൻ കൂടി വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഇരുമ്പ് ചീനച്ചട്ടിയാണ് പൊരിച്ചെടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് എണ്ണ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റായി പോകും എണ്ണയെല്ലാം കൂടെ. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് എണ്ണ തന്നെ ഞാൻ വറുത്തെടുക്കും കേട്ടോ. 2 പ്രാവശ്യമായിട്ട് വറക്കാനുള്ള ചിക്കൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറുത്തെടുക്കുകയാണ്. ചിക്കൻ ഇട്ട് പകുതി വേവായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് ഉള്ളി ഇഞ്ചിയും കൂടെ ചതച്ചൊന്ന് വിതറി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നല്ലപോലെ വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിക്കാനായിട്ട്. ഈ ചിക്കനും നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ മൂപ്പിച്ചെടുക്കുന്ന. എണ്ണ കുറച്ച് ഒഴിച്ചേക്കുന്നതുകൊണ്ട്. അതല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നന്നായിട്ട് മൂത്ത് കിട്ടിയാണ്. ഞാൻ എണ്ണ കുറച്ച് ഒഴിച്ചതാണ്. ഒന്നാമത് ചിക്കൻ അത്യാവശ്യം നെയ്യുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ അധികം കോരി ഒഴിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഘടിപ്പിച്ച് വെച്ചെടുത്ത അടിപൊളി ചിക്കൻ കറി താണ്ടി ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായി മാറി. നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അങ്ങനെ ഏതാണ്ട് ചോറിനായിട്ടിരിക്കുവാണ്. ഇന്നലത്തെ മന്തി റൈസ് ബാക്കി ഉണ്ടായിരുന്നു. അത് ചൂടാക്കി ഞങ്ങളെടുത്ത് ചിക്കൻ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് വാപ്പായ്ക്കും മോനും ഇവിടെ ചോറ് തന്നെ വേണം കേട്ടോ. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് എന്താണേലും മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ കാക്കൂന് നിർബന്ധമാണ് ചോറ് തന്നെ വേണമെന്ന്. അപ്പോൾ ഏതാണ്ട് മന്തി കളയാതിരിക്കണ്ടേ, എത്രയും രൂപയ്ക്ക് വാങ്ങിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ മന്തി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനും കുക്കും കൂടെ കഴിക്കും. ഈ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോറിനാൻ വലിയ പാടാട്ടോ. ഇതുപോലുള്ളതൊക്കെ ഇഷ്ടം. അപ്പം ഞാൻ ഞായറാഴ്ചത്തെ ഒരു ദിവസത്തെ മുഴുവൻ വിശേഷങ്ങളും കാണിക്കാമെന്ന് കരുതിയാണ് വീഡിയോ എടുത്തത്. ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് കൂടിപ്പോയി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.